ഹലോ, ഈ സ്ഥലം നോക്കിയാൽ നമ്മൾ നാളെ പൊന്മുടി മാരത്തോണിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡോർമെട്രിയിലാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ ഡോർമെട്രി കണ്ടോ. ഇതാണ് എൻ്റെ റൂം പി. ഇതാണ് നമ്മുടെ റൂം. ഒരു റൂമിൽ 6 ബെഡുണ്ട്. ഇതാ ഡോർമെട്രി. ഇതെവിടെയാണെന്ന് വെച്ചാൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പോലീസ് ഡോർമെട്രി ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പം. ഇവിടെയാണ് സ്റ്റേ എടുത്തത്. AC ആണ് കേട്ടോ. 250 രൂപയുള്ളൂ ഒരു ഇതിന്, ബെഡിന്. അടിപൊളി ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇത് ലേഡീസ് ഓൺലി. ഞാൻ താമസിക്കുന്നത് ഡോർമെട്രി ലേഡീസിൻ്റെയാണ്. അതിവിടെ ലേഡീസ് ഓൺലി ഇതുണ്ട്. കണ്ട, കുളിമുറിയുണ്ട്. ഇതേ ടോയ്ലറ്റ്. ഇനി ട്രിവാൻഡ്രത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വരുമ്പോൾ ആർക്കെങ്കിലും താമസിക്കണമെങ്കിലൊക്കെ ഇത് എടുക്കാം കേട്ടോ. കാരണം നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമ്മൾ ചായ കുടിക്കാൻ പോയി. രാവിലെ വന്ന് ഒരു 11:30 വന്ന് ഇവിടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ബിബൊക്കെ കളക്ട് ചെയ്ത്. അമ്മ ബിബൊക്കെ കളക്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ വൈകുന്നേരം ചെയ്ത് നടക്കാൻ പോയി. ചായയൊക്കെ കുടിച്ച് ഞാനും മോനും ഉണ്ട്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട് നമ്മുടെ റണ്ണിങ് ഗ്രൂപ്പിൽ. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ഡോർമെട്രി. ഇതാ AC ഉണ്ട്. ഇതാണ് എൻ്റെ ബെഡ്, സ്മൈലി ഉള്ള ബെഡ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബസ്സിൽ വന്ന് ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് ഹൈസ്കൂൾ ആനപ്പാറ. നമ്മൾ വന്ന വണ്ടികളായി കിടക്കുന്നതൊക്കെ. അവിടെ ബാനർ വെച്ചേക്കണുണ്ടോ, പൊന്മുടി. ഇതാ These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go and move dumb. Back and forth, push and shove. Make your peace and love turn to peace and gloves. Now you got a deal right now. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go and move dumb. Back and forth, push and shove. Make your peace and love turn to peace and gloves. Now you got a deal right now. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go and move dumb. Back and forth, push and shove. Make your peace and love turn to peace and gloves. Now you got a deal right now. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? ഹൈഡ്രേഷൻ പോയിന്റിൽ തന്നെ 2 ഗാർബേജ് ബാഗ് ഉണ്ട്. സോ ഡ്രോപ്പ് യുവർ ജെൽ പാക്ക്. സോ 1 ലിറ്ററിങ്ങും പാടില്ല. നമ്മൾ ലാസ്റ്റ് ടൈം ഒത്തിരി ബുദ്ധിമുട്ടി തിരിച്ചിറങ്ങുമ്പോഴൊക്കെ നമ്മൾ റോഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. സോ പ്ലീസ് ഹെൽപ്പ്. റോഡിന്റെ സൈഡിൽ പോകുന്നതിന് ഒരു മിഡിൽ ഓടാൻ ട്രൈ ചെയ്യുക. രാവിലെ വെഹിക്കിൾസ് ഇല്ല, മൂവ്മെന്റ്സ് ഇല്ല. സോ ട്രൈ ടു ബി ഓൺ ദ മിഡിൽ ഓഫ് ദി റോഡ്. എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ട്, ഇന്നലെ ബിറ്റ് കളക്ഷൻ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തലകറക്കോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് കോസ്റ്റ് മാർഷൽസ് ഉണ്ട്. 4 ബൈക്കും 3 കാറും പിന്നെ 9 ഹൈഡ്രേഷൻ പോയിന്റ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So if you have any discomfort, please inform them. Okay, if you have any discomfort, please let the volunteers know. And don't eat side of the road. Side ഒന്നും കഴിക്കരുത്. കുരങ്ങാനിന്റെ ശല്യം ഉണ്ട് ഒത്തിരി. So don't try to eat side of the road. Try to be on the middle. And don't use headphones or any music system. We cannot keep any noise on the coast. So don't use headset or music system. And don't try to feed the animals. Okay. മങ്കിക്കോ അല്ലെങ്കിൽ ഏത് ആനിമൽസിനും ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തത് then they will start attacking you. So just very cautious on that. ആർക്കും ഫുഡ് കൊടുക്കരുത്.
ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാ ഹൈഡ്രേഷൻ പോയിന്റ്സിലും ഉണ്ട്, മൂവിംഗ് വെഹിക്കിൾസിലും ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. വി ഹാവ് 2 ആംബുലൻസസ്, സോ യൂസ് ചെയ്യുക. നമ്മള് സ്റ്റീൽ കപ്പാണ് യൂസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ പോയിന്റ്സിൽ. അപ്പോൾ ഹൈഡ്രേഷൻ പോയിന്റ്സിൽ വെള്ളം യൂസ് ചെയ്യുന്നവര് അവിടെ തന്നെ തിരിച്ച് ഗ്ലാസസ് റിട്ടേൺ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ നമ്മൾ 5 minutes to the main road, exactly 6 o'clock. Oh, these brothers my guys, know that they fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go on, move dumb. Back and forth, push and shove. Make your peace and love into peace and gloves. Now you gotta do it right now. Oh, these brothers my guys, know that they fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go on, move dumb. Back and forth, push and shove. Make your peace and love into peace and gloves. Now you gotta do it right now. Oh, these brothers my guys, know that they fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go on, move dumb. Back and forth, push and shove. Make your peace and love into peace and gloves. Now you gotta do it right now. നമ്മുടെ റണ്ണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്മുടി ഗോൾഡൻ ബിഗ് ഹാഫ് മാരത്തോൺ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആനപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന്. ഇപ്പോൾ ഏകദേശം 2-3 കിലോമീറ്റർ ആകുമ്പോണ്. അതിലെങ്ങനെ വെളിച്ചമൊക്കെ കുറവാണ്, കാണാനൊന്നുമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുക, വളവും തിരിവൊക്കെ. ടോപ്പിൽ ചെല്ലുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. ഇപ്പം അധികം കാണാനൊന്നുമില്ല. ഓക്കെ, ഇടയ്ക്ക് വരാം. നമ്മുടെ ഹൈഡ്രേഷൻ ടീമുണ്ട് അവിടെ. ഓറഞ്ച് ഡ്രസ്സ് ഇട്ടുണ്ട്, ഫുൾ ഹൈഡ്രേഷൻ്റെ ആൾക്കാർ. ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, കുറച്ചുകൂടെ പോയിട്ട്. ഇത് മീൻമുട്ടി വാട്ടർഫാൾസ് ആണ് തോന്നുന്നു. ഇതാ ലൈറ്റൊക്കെ ഇട്ടുണ്ടല്ലോ. ലൈറ്റ് എന്താ സംഭവം അറിയില്ല. മരങ്ങളൊക്കെ ഉണ്ട്. വെള്ളമുണ്ടല്ലോ പാറ. മലയുണ്ടോ? അവിടെ റൈഡേഴ്സ് സെവൻ എന്ന് പറഞ്ഞൊരു വീടുണ്ട്. ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നവർ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. കേരള ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ചെക്ക് പോസ്റ്റ്. ഇത് ഫസ്റ്റ് ഹെയർ പിന്നാന്ന് തോന്നല്ലേ. ബോഡിയില്ല പക്ഷേ. ആ, ഇത് ഫസ്റ്റ് ഹെയർ പിന്നാ. സാറിന് ബോർഡ് ഉണ്ടായിരുന്നു, ബോർഡ് കാണുന്നില്ല. ഇവിടെ ഒരു ബോർഡ് മറിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 8 കിലോമീറ്റർ ആകുമ്പോൾ ഇപ്പോൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ 4ാമത്തെ ഹെയർ പിന്നായിട്ടുണ്ട്. ഇതുപോലെ 22 ഹെയർ പിൻ കയറണം. ഇതൊക്കെ കാടാ. എന്തൊക്കെയോ കരയുന്ന സൗണ്ട് കേൾക്കാം. കുരങ്ങനാണോ അല്ല പക്ഷികളാണോ? ഭയങ്കര സൗണ്ട് കേട്ടോ. കയറിയിരിക്കുന്നു. ഫലമുണ്ടോ? നോക്കി അങ്ങ് മലയുടെ മണ്ടയ്ക്ക് ഒരു വീടുണ്ട്. അങ്ങനെ 13 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പ് പോലെ ഒരു സ്ഥലത്തെത്തി. ഇത്ര നേരം കാടായിരുന്നു 2 സൈഡും. സൂര്യൻ വന്ന് ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിച്ചു. അത്ര വലിയ ചൂടുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. മല കണ്ട മഞ്ഞുമലയല്ല, മലകൾ. മഞ്ഞുമലയാണ് തലയ്ക്കകത്തിരിക്കണം. നമ്മുടെ ഹൈഡ്രേഷൻ പോയിന്റ്, ഹൈഡ്രേഷൻ ആംബുലൻസൊക്കെ. അവിടെ നിന്ന് കയറി വന്ന് ഒരു മരം നിൽക്കണം. നോക്കിയ വെള്ളമരം. പഞ്ഞി ഉണ്ടോ? പഞ്ഞി മരം കണ്ടോ? പഞ്ഞി കാവൊട്ടി പഞ്ഞിയൊക്കെ പുറത്തു വന്ന് നിൽക്കുന്നു. വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഹെയർ പിന്നോ ഇത് എത്രാമത്തെയാണെന്ന് അറിഞ്ഞൂടാ. 9 10 ആയിരിക്കും. പണ്ടിവിടെ ബോർഡുണ്ട്, ഇപ്പോൾ ഹെയർ പിൻ്റെ ബോർഡൊന്നും കാണുന്നില്ല. സൂര്യനായി ഇതൊരു ചുവന്ന പൂ നിൽക്കുന്നു. ഈ സൈഡിലൊക്കെ കാര്യമായിട്ടൊന്നുമില്ല, പള്ള. നമ്മൾ സ്റ്റേറ്റ് ഹൈവേ 45 കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പൊന്മുടി ഇനി 7 കിലോമീറ്ററും കൂടെ. എന്താ സ്റ്റേറ്റ് ഹൈവേ 45. ഇത് ട്രിവാൻഡ്രം പൊന്മുടി റോഡാണ്. പൊന്മുടി 7 കിലോമീറ്റർ.
16ാമത്തെ ഹെയർ പിന്നായി. 22 ഹെയർ പിന്നുണ്ടായി, 16ാമത്തെ. ബോർഡ് ഉണ്ടോ? പതിനാറ്. പതിനാറാമത്തെ ഹെയർ പിൻ. ഒരു ചുവന്ന പൂവുണ്ട്, നല്ല ഭംഗി. പുറമെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു ചുവന്ന പൂ നിൽക്കുന്നു. എന്തുവാണോ, വാഗയാണോ? ഓ, മലയുണ്ടോ? താഴെ നമ്മളൊന്ന റോഡ് ഉണ്ടോ? ഇതാ ഒരു പുള്ളി വരുന്നുണ്ടോ? താഴ്ന്നൊരു പുള്ളി നടന്നു പോകണം. മല കണ്ടോ? ഓ, നല്ല ഭംഗി. നല്ല എയറായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ ഉണ്ടോ ചുവന്ന പൂവ്? എന്താ പറയുക? ആ, നമ്മൾ താഴ്ന്നേണ്ട മരാന്ന് തോന്നുന്നത്. ഓ, അങ്ങ് അവിടെ കണ്ടൊരു വീടാ മലയുടെ മണ്ടയ്ക്ക് ചെറുതായിട്ട് കാണാം. കോട പോലെ മൂടി കിടക്കും. അങ്ങനെ 19ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞു. 19. ഞാൻ നേരത്തെ ഒരു വീട് കാണിച്ചില്ല, അവിടെ അതാന്ന് തോന്നുന്നു. ഇതാ അവിടെ കാണുന്നുണ്ടോ, വെള്ള കളറിൽ. അവിടെ തേയിലത്തോട്ടം. ഓടുന്നോ? വെള്ള ഇലയുള്ള ചെടി എന്താ? അവിടെ തേയിലത്തോട്ടം. തിക്ക് ഫോറസ്റ്റ് ഇതൊരു കുരങ്ങൻ. ഇവിടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ ചാടി കളിക്കുന്നു. ദൈവം, എൻ്റെ ക്യാമറ എല്ലാം തട്ടിപ്പറിച്ചോണ്ട് പോവോ? ആനിമൽസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കുരങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. നല്ല ഇരുട്ട്.
നല്ല കാട് നോക്കി. രണ്ട് വശം കാട്. അങ്ങനെ വന്നപ്പോൾ ഒരു ചെടി ഉണ്ടാവും. ആയി മാവാണോ? ഇതെന്താ റെഡ് കളറിലൊരു ചെടി. വാ, ഞാൻ ഇങ്ങനെ വന്നായിരുന്നപ്പം. ഇതൊക്കെ ചെമ്മണ്ണ. വേണ്ട, ഒരു ഉഷാറ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഉപ്പാട് വന്നേ. പേരെന്താ? മോളുടെ പേരെന്താ? സീനുണ്ടോ? ശ്വാസം ഒന്ന് കഴുത്തേലൊക്കെ വെള്ളം ഒഴിക്കരുത്. എന്റെ ക്യാമറ അത് വെച്ചിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. കാലില് മുട്ട. ഓക്കെ, താങ്ക് യു സർ. ഐസ് പാക്സ് ഓക്കെ അല്ലേ? ഹൈഡ്രേഷൻ പോയിന്റ് ആയിരുന്നു. 4 ഗ്ലാസ് ഇലക്ട്രോലൈറ്റ് കുടിച്ചു. നമ്മൾ ഇത്രയും വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ഓടുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മിനറൽസും ഇതൊക്കെ ഇതായിപ്പോവും. സോഡിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം നമുക്ക് അത് ഭയങ്കര ക്ഷീണം വരും. അപ്പം അതിന് വേണ്ടി ഇലക്ട്രോലൈറ്റ് കുടിക്കുന്നു. വെള്ളമുണ്ട്. പിന്നെ തണ്ണിമത്തൻ കപ്പലാൻ്റെ ഇറക്കം വന്നു. അങ്ങനെ കാത്തിരുന്നു നമ്മുടെ ഇറക്കെത്തി. ഗ്യാസ് കയറി. അപ്പോഴാണെങ്കിൽ അവർ നമുക്ക് ഐസ് പാക്ക് വെച്ച് തന്നു. ഷോൾഡറിലും കാലിലൊക്കെ തണുപ്പ്. നല്ല എന്ത് സുഖം. മുഖത്ത് കഴുത്തിൽ ഷോൾഡറിലൊക്കെ ഐസ് പാക്ക് വെച്ചപ്പോൾ ഐസ് വാട്ടർ ഇങ്ങനെ സ്പോഞ്ച് വെക്കും. സ്പോഞ്ച് ആകുമ്പോൾ വെള്ളം നിറയെ വീണുകൊണ്ടിരിക്കും. അപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു വെള്ളം സ്പോഞ്ച് വെക്കണ്ട, എൻ്റെ ചെസ്റ്റ് മൗണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ചെസ്റ്റ്. അപ്പം എൻ്റെ ക്യാമറ ഒക്കെ വെള്ളമാവും. അപ്പം അതുകൊണ്ട് അവർ ഐസ് പാക്ക് വെച്ച. ഇറക്കാൻ കണ്ടപ്പോൾ എന്തൊരു സന്തോഷം. ഞാൻ മലനാട് അൾട്രാ റൺ പോയപ്പോൾ ബാംഗ്ലൂർ ഇതേപോലെ ലാസ്റ്റ് ഇറക്കത്തിലാണ് പിടിച്ചത്. ഒരു 8 കിലോമീറ്റർ ഇറക്കം ഫുള്ളും ഞാൻ ഓടണമായിരുന്നു. ആ ഇറക്കം എന്ന് പറഞ്ഞാൽ റോഡല്ല, ഇങ്ങനെ കല്ലൊക്കെ പറക്കല്ലൊക്കെ ഉള്ള സ്റ്റീപ്പായിരിക്കും. എങ്ങനെയാണെന്നറിയില്ല.
കട്ട് ഓഫ് ടൈം 6 മണിക്കൂറായിരുന്നു. ഞാൻ 5 മണിക്കൂർ 40 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് ഓടിയാണ്. ഇറക്കം കിട്ടിയ കാരണം ഇതേപോലെ തന്നെ 22 കിലോമീറ്റർ വരെ ഫുൾ കയറ്റമായിരുന്നു. അത് ഞാൻ 30 കിലോമീറ്റർ കാറ്റഗറിയിലാണ് മത്സരിച്ചത്. അമ്മ ഞാൻ ഇവിടെ ഇപ്പം ഇറക്കിറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടാണ്. ഓ ഒരമ്മച്ചി തന്നെ. ഈ റോഡ് നല്ല രസം കാണും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വ്യൂ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയാണ്ടോ. ഹായ് നോക്കിയാ. ആ ഒന്നുമില്ല, ഓടാൻ വന്നാ. വെയില് പ്രശ്നമില്ല, നമ്മളെങ്ങനെയാലും ഒന്ന് എത്തിയാൽ മതി. കയറ്റം കയറി പണ്ടാരം തുടങ്ങി. ആ ജെസ്സി ചേച്ചി ബാക്കിലുണ്ടോ? ആ വ്യൂ നോക്കിയാ. നമ്മൾ ആ റോഡല്ലേ കയറിയെന്ന് താഴേന്ന് അല്ലേ? വ്യൂ ഉണ്ടോ? പിള്ളേരവിടെ നിന്ന് ചായ കുടിക്കും. ചൂട് ചായ കണ്ടിട്ട് മതിയാവോ? മോളിച്ചണ്ട് ചായ കുടിക്കണം. അവിടുത്തെ വ്യൂ പട്ടി പുറകെ ഞാൻ പട്ടി പുറകെ വരും. പേടിച്ചു പോയി. ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഇത് അവിടെ അങ്ങനെ 22ാമത്തെ ഹെയർ പിൻ എത്തിയിട്ടുണ്ട്. വേണ്ട ബോർഡ് 22 22 ഹെയർ പിൻ കയറി കഴിഞ്ഞു.